സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോ ഈ SIT പറഞ്ഞു വിടും. എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് കൊല്ലൂർ ആയിരുന്നു. എമർജൻസി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ SUT വിടും. റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പുനലൂരുള്ള പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ഈ പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു 17-18 കൊല്ലം പുനലൂർ അതും അതിൻ്റെ ഭ്രാന്ത പ്രദേശങ്ങളിലും ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ഉദ്ദേശം. ഈ പ്രവീൺ പ്രണവിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പുള്ളി മറ്റേ ഡാൻസൊക്കെ കളിക്കുന്ന പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് എന്നെ അറിയത്തൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പുള്ളിയുടെ വൈഫിന് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ വാട്ടർ ബ്രേക്ക് ഉണ്ടായി. പുനലൂർ ഹോസ്പിറ്റലിലേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ അനസ്തേഷ്യ കൊടുക്കാനുള്ള ഡോക്ടറില്ല. നേരെ SUT അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു. ട്രിവാൻഡ്രത്തേക്ക് പോകാൻ നോക്കിയപ്പോഴത്തേനും ആംബുലൻസ് ഇല്ല. ആംബുലൻസ് സ്ട്രൈക്കാണ്. ഉള്ളൊരു ആംബുലൻസിൻ്റെ വീലും പഞ്ചറാണ്. പിന്നെ ഇവരുടെ സ്വന്തം വാഹനത്തിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അവിടെ ചെന്നപ്പോഴത്തേനും ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. പിന്നീട് പുറത്തേ ഉള്ളായിരുന്ന വൃത്തിഹീനമായ പ്രശ്നങ്ങൾ അകത്ത് ഭയങ്കര ക്ലിയർ ആയിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് നമുക്കൊന്ന് ചുരുക്കി പറയാം, അതല്ല നമ്മുടെ മെയിൻ കണ്ടന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ബാലൻസ് കാര്യങ്ങൾ. അപ്പോൾ ഒരു അടിസ്ഥാനം ഇടാനായിട്ട് പുള്ളി പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടിട്ട് പോവാം. താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡ്യൂട്ടി ഡോക്ടറിനെ കാണിച്ചു, അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ അവിടുന്ന് നേരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുമായിരുന്നു. അവർ പറയണത് 35 വീക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീക്ക് ആയാൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാനാണ് പറഞ്ഞത്. അവിടുന്ന് നേരെ റെഫർ ചെയ്തു താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന്. എന്നാണ് പറയുന്ന റീസൺ. നിങ്ങളൊന്ന് ആരെയും ആലോചിച്ച് നോക്കണം. അവിടെ ഒരു ഇത്രയൊരു സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ്. ഒരു ആംബുലൻസ് പോലും ഇല്ല. ഞാൻ പോയി ചോദിച്ചു. അവർ തന്നെ പറഞ്ഞ റെഫർ ചെയ്യാൻ ആംബുലൻസിന് വിളിക്കാന്ന് പറഞ്ഞ് 108 കോൾ ചെയ്തു. എൻ്റെ തന്നു. ഞാൻ സംസാരിച്ചു. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ആംബുലൻസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു സ്ട്രൈക്കാണ്. മനസ്സിലാവുന്നില്ല ഇതൊക്കെ. ആരും ആലോചിക്കണേ ഈ ആ സിറ്റുവേഷന്. അവർക്ക് സ്ട്രൈക്ക്, ആ വണ്ടി എടുക്കത്തില്ല, ഉള്ള വണ്ടി പഞ്ചറാ പോലും, അവർക്ക് കംപ്ലൈന്റ് ആണ്. പിന്നെ ടൈം വേസ്റ്റ് ആയില്ല, വെറുതെ നിന്ന് തർക്കിക്കാനൊന്നും സമയത്തില്ല. നേരെ വണ്ടി പുല്ലൂർ മതി എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായി. ഇത്രയും പൈസ ഉണ്ടായിട്ട് നിനക്കൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടായിരുന്നു, എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്, കാശുണ്ടല്ലോ, എന്തിനാ ഗോവയിൽ പോയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതാക്കായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ വന്നു. ബേസിക് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം, യൂട്യൂബറിൻ്റെയാണ് ഒരുപാട് പൈസ കാണും, പക്ഷേ അത് എവിടെ സ്പെൻഡ് ചെയ്യണം, ഇപ്പോൾ അവരുടെ ബാധ്യതകൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും വരുമാനം വരുന്നു നമുക്കൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഇത്ര പൈസ ഉണ്ടല്ലോ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോടാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഒരുപാട് പേര് ഈ പുനലൂരെ ഒരുപാട് ആൾക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വർഷം മുമ്പ് പ്രസവം ഡെലിവറി എടുത്ത എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയാണ് ഡെലിവറി എടുത്ത്, എൻ്റെ സുഹൃത്തിന് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. എടാ, ഞാൻ വിളിച്ചതേ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. പ്രശ്നം എന്നാന്ന് ഞാൻ നിന്നോട് പറയാം. സംഭവം, ഒരാൾ പുനലൂർ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോയിട്ട് അവിടുന്ന് മോശം ട്രീറ്റ്മെൻ്റ് എന്നല്ല, അവിടെ വാട്ടർ ബ്രേക്ക് ആയപ്പോഴത്തേനും ഡോക്ടറില്ല, അങ്ങനെ അടുത്തടുത്തോട്ട് പോകുന്ന ഒരു ആംബുലൻസ് ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ യൂട്യൂബിലുള്ള മറ്റ് പ്രമുഖ വീഡിയോ എടുക്കുന്നവരെല്ലാം പറയുന്നത് കാശുണ്ടായിട്ട് എന്തിനാ ഈ പുനലൂർ ഹോസ്പിറ്റലിൽ പോയ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നിന്റെ വൈഫിൻ്റെ ഡെലിവറി അവിടെ അല്ലേ എടുത്തത്, അപ്പോൾ എന്താണ് ശരിക്കുള്ള സംഭവം, നീ എന്തുകൊണ്ടാണ് അവിടെ ചൂസ് ചെയ്തതെന്നൊക്കെ അറിയാനായിട്ടായിരുന്നു. നമുക്ക് നമ്മുടെ സാമ്പത്തികം വെച്ചിട്ട് ഏറ്റവും എളുപ്പം, ഏറ്റവും അടുത്തുള്ളതും ഗവൺമെന്റ് ആശുപത്രി തന്നെ. സാമ്പത്തികം മാത്രമായിരുന്നോ ലക്ഷ്യം? സാമ്പത്തികം മാത്രമല്ല, അവിടുത്തെ ഒരു ഡോക്ടർ രശ്മി ഡോക്ടർ, അത് നല്ല ഡോക്ടറാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സിസേറിയന്റെ ആവശ്യം വന്നാലും മാക്സിമം അത് നോർമൽ ആക്കാനേ ശ്രമിക്കുള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. സിസേറിയനോട് താല്പര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട്
അവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രീറ്റ്മെന്റ് കുഴപ്പമൊന്നുമില്ല. ആകെ കുഴപ്പം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മറ്റേ സീൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നം വരുന്നത്. നിനക്കത് അറിയാവോ? ആ സംഭവം നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടൊന്നുമില്ല. എന്നാ പറ. എനിക്ക് ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ എനിക്കൊന്ന് വൈഫാന്ന് തോന്നുന്നു പറയാനേ കേട്ടു. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോ ഈ SIT പറഞ്ഞു വിടും. ഓക്കെ. എനിക്കിതുവരെ ആ പ്രശ്നം വന്നില്ല. ഞാന് പോയതെല്ലാം ഡോക്ടർ ഉള്ള സമയത്ത് തന്നെ, അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ച് ഡോക്ടറിനെ അല്ലാതെ പോയി കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ സമയത്ത് ഇങ്ങനെ കയറി പോയില്ല. ഹൈജീനും ക്ലീനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഹൈജീനൊക്കെ നോർമൽ ആശുപത്രി പോലെ ഉള്ളൂ. പിന്നെ വലിയ VIP ട്രീറ്റ്മെന്റ് നോക്കി വരുന്നവർക്ക് ചിലപ്പോൾ അത് പിടിച്ചെന്ന് വരത്തില്ല. ഗവൺമെന്റ് ആശുപത്രിയാണ്, അത്രേ ഉള്ളൂ. പിന്നെ പൊന്നൂർ ഗവൺമെന്റ് ആശുപത്രി ഡീസന്റ് ആണ്. പൊന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തോ അവാർഡും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അത് പണ്ട് എന്തൊക്കെയോ അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ മിനി മെഡിക്കൽ കോളേജ് പോലല്ലേ പ്രവർത്തിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞൊരു പ്രശ്നത്തിൽ നിനക്ക് ഒരു പേടി വന്നായിരുന്നു? ഇപ്പൊ ഇൻ കേസ് ഈ ഡെലിവറി ടൈമിൽ ഡോക്ടർ ഇല്ലാന്നൊരു സംഭവം വരുവാണെങ്കിൽ? അന്ന് തന്നെ 2 ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിമി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാളില്ലെങ്കിൽ മറ്റേ നോക്കും ഞാൻ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. കുഴപ്പമില്ലായിരുന്നു. പിന്നെ പ്രശ്നമായ SIT പോകേണ്ടി വരും. SIT പ്രശ്നമൊന്നുമില്ല. ദൂരം അവിടെ വരെ ട്രാവൽ ചെയ്യണമെന്നേ ഉള്ളൂ. അവിടെ ഇതുപോലെ തന്നെ നല്ല കെയറിങ് കിട്ടുന്നുണ്ട്. ബേസിക്കലി നീ നല്ല ട്രീറ്റ്മെന്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ നമുക്ക് അടുത്തും വിചാരിച്ചിട്ടല്ല, അവിടെ നല്ല ട്രീറ്റ്മെന്റ് തന്നെയാണ്. ശരി ശരി. നമുക്ക് പിന്നെ സാമ്പത്തികവും കൂടെ നോക്കണമായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. എടാ, ഞാൻ നിന്റെ ഫോട്ടോ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് വിരോധമുണ്ടോ? എഡിറ്റ് ചെയ്യാതെ അങ്ങോട്ട് ഇട്ടാ മതി, വേറെ കുഴപ്പമൊന്നും. ശരി ഓക്കെ. അപ്പോൾ അതാണ് സംഭവം. പുനലൂര് ഒരു അത്യാവശ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നൊരു ഹോസ്പിറ്റലാണ്. എനിക്ക് പേഴ്സണലി ഗവൺമെൻറ് ഹോസ്പിറ്റലിനോട് താല്പര്യമില്ല കേട്ടോ, അതുകൂടെ ഞാൻ എടുത്തു പറയുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ പുനലൂര് സമീപിക്കുന്നത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. കാരണം അവിടെ ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വെല്ലുന്ന രീതിയിലാണ് പുനലൂരെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഡെലിവറി സമയത്ത് ഹസ്ബൻഡിന് വൈഫിൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു സാഹചര്യം തരുന്നുണ്ട്. പിന്നെ ഫിനാൻസ് നോക്കുന്നു, നമുക്ക് വലിയ ചിലവ് വരുന്നില്ല. ഇതൊക്കെ അവിടുത്തെ ഒരു പോസിറ്റീവ്സ് ആണ്. ഇതും പോസിറ്റീവ് മാത്രമല്ല കേട്ടോ, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവിലേക്ക് നമ്മൾ വരാം. ഇതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ഫ്രണ്ട് അവിടെ ഡെലിവറിക്ക് പോയിട്ട് പുള്ളിക്കാരി അവിടെ ചെയ്യാതെ ഇവർക്ക് സംഭവിച്ച പോലെ മറ്റൊരിടത്തേക്ക് പോയി ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ടില്ല കേട്ടോ. ആ സാധനം എന്താണെന്നും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ ആദ്യം കാണിച്ചിരുന്നത് തിരുവനന്തപുരത്ത് ക്രെഡൻസിലായിരുന്നു. പിന്നെ 7-ാം മാസം നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് കൊല്ലൂർ ആയിരുന്നു. അതിനകത്ത് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് കൂടെ നിൽക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അവർ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടും കൂടിയിട്ടൊക്കെയാണ് അവിടെ കാണിച്ചത്. പിന്നെ താലൂക്ക് ആശുപത്രിയിൽ കുറച്ച് നല്ലൊരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഹോസ്പിറ്റലിനെ പറ്റിയിട്ടൊരു നല്ല പേരുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ ഒരു ഡോക്ടറിനെയാണ് കാണിച്ചത്. അവിടെ കാണിച്ചു ഫസ്റ്റ് സ്കാനിങ്ങിനൊക്കെ അവർ എഴുതി തന്നു. 7-ാം മാസത്തിൽ ഓൾറെഡി ഞാൻ സ്കാനിങ്ങും ECG ഒക്കെ ചെയ്തതാണ്. ബട്ട് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണമല്ലോ, അതിന് അവിടെ തന്നെ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറുടെ വീട്ടിൽ പോയി നമ്മൾ കാണാൻ ചെല്ലും. അപ്പം ഡോക്ടറെ പോയി കാണുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് കാണാൻ പോയത്. ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. അപ്പം ഡോക്ടർ എല്ലാ റിപ്പോർട്ടും ഒക്കെ നോക്കി. അപ്പം എനിക്ക് പുക്കിൾ കൊടി ചുറ്റിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞുവാവയുടെ പുക്കിൾ കൊടി ചുറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി എനിക്ക് 7-ാം മാസത്തിലെ സ്കാനിങ്ങിൽ കഡൻസിൽ ചെയ്തപ്പോഴും അറിയായിരുന്നു പുക്കിൾ കൊടി ചുറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നമുക്കിവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ, അപ്പൊ ഏകദേശം 8 മാസം ആയല്ലോ, നമുക്കിവിടെ ചെയ്യാം, ഡെലിവറിക്ക് വേണ്ടിയിട്ട് നോക്കാം. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരം തൊട്ട് തിങ്കളാഴ്ച രാവിലെ വരെ, അതായത് തിങ്കളാഴ്ച ഒരു 11:30 വരെ ഉള്ള ടൈമില് എമർജൻസി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ SUTയിലേക്ക് വിടും. റീസൺ എന്താണെന്ന് വെച്ചാൽ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ഒരാളെ ഉള്ളൂ. അന്ന് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, ഒരാളെ അവിടെ ഉള്ളൂ. പുള്ളി അന്നത്തെ ദിവസങ്ങളിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ SUTയിലേക്ക് പറയും. SUTയിലേക്കായിരിക്കും വിടുന്നത്. പിന്നെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിലും ഇവർ SUTയിലേക്ക് തന്നെ ആയിരിക്കും റെഫർ ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കസിനും സെയിം പുല്ലൂര് വെച്ചിട്ട് SUTയിൽ ലാസ്റ്റ് മൊമെന്റിൽ SUTയിൽ വിട്ട അനുഭവം ഉണ്ട്. ഞാനപ്പം കുറച്ചൊന്ന് പാനിക്കായി. കാരണം ഓൾറെഡി അവരത് പറയുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് പെയിൻ വരുമ്പം വ്യാഴാഴ്ച വൈകുന്നേരം തൊട്ട് തിങ്കളാഴ്ച രാവിലെ വരെ പെയിൻ വരരുത് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ.
എന്തെങ്കിലും ഒരു എമർജൻസി, ഡെലിവറിയുടെ ഒരു എമർജൻസി വരുമ്പോൾ ഇന്ന ദിവസങ്ങളിൽ എനിക്ക് ഡെലിവറി എമർജൻസി വരരുത്, എന്റെ ഹോസ്പിറ്റലിൽ ഡോക്ടറില്ല എന്ന് എനിക്ക് പേഴ്സണലി ആലോചിക്കാൻ പറ്റത്തില്ല. ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവര് അമ്മയും കുഞ്ഞും, അതായത് നമ്മളുടെ കൂടെ ഹസ്ബൻഡിന് നിൽക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ നൈറ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ അച്ഛനെ കൂടെ കിട്ടില്ല. കാരണം ഇവരുടെ നേഴ്സുമാരുടെ അവൈലബിലിറ്റി വെച്ചിട്ട് ഇവർക്ക് ഒരിടത്ത് നേഴ്സിനെ നിർത്താനുള്ള അവൈലബിലിറ്റി ഉള്ളു. അപ്പം നൈറ്റിൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അച്ഛനെ കൂടെ നിർത്തണം എന്നെങ്കിൽ ഡെലിവറി ടൈമിൽ അച്ഛനെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറ്റത്തില്ല എന്നുള്ള റീസൺ കാരണം അവിടെ നേഴ്സുമാർ ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പം അവർക്ക് രണ്ടിടത്തോടെ, അതായത് നോർമൽ വാർഡ് അല്ലെങ്കിൽ പ്രസവ മുറിയിലും പിന്നെ ഈ ഒരു സെപ്പറേറ്റ് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടാണല്ലോ അച്ഛനെ കൂടെ നിർത്തുന്ന റൂമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നഴ്സുമാരുടെ അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും ആയപ്പം എനിക്കൊരു നെഗറ്റീവ് അടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മൗണ്ട് സിയോണിൽ പോയി കാണിച്ചു. മൗണ്ട് സിയോണിൽ പോയി കാണിച്ചിട്ട് അവിടെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ അപ്പോൾ ഡോക്ടേഴ്സ് വളരെ കോൺഫിഡന്റ് ആയിട്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞു. അവിടെയും അച്ഛനെ കൂടെ നിർത്താം, മറ്റു കോംപ്ലിക്കേഷൻ, അതായത് സിസേറിയൻ ആണെങ്കിൽ എന്തായാലും കൂടെ നിർത്താൻ പറ്റത്തില്ല. അപ്പം അവര് അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തു. പ്രൈവറ്റ് ആണ്, റേറ്റും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു. ഞാൻ പിന്നെ പെട്ടെന്ന് അതിനേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ കാണിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ സംഭവം. ബേസിക്കലി ഹസ്ബൻഡിന് കൂടെ നിൽക്കാം എന്നുള്ളൊരു ഫീച്ചർ അവർ തരുന്നതുകൊണ്ടാണ് ബേസിക്കായിട്ടും എല്ലാവരും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ സമീപിക്കുന്ന ഒന്നാമത്തെ കാര്യം, പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്കൊരു വലിയ ബഡ്ജറ്റ് പിടിക്കാൻ പറ്റും, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പുനലൂർ ഹോസ്പിറ്റൽ നിങ്ങൾ മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന പോലത്തെ ഒരു ഹോസ്പിറ്റലല്ല. അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പുനലൂർ ആ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നപ്പോഴാണ് അവിടുത്തെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിനും അടി കിട്ടിയത്. അത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഈ റിയാക്ഷൻ വീഡിയോ എന്ന് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു, പൈസ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കൂടെ. എൻ്റെ പേഴ്സണൽ അനുഭവമാണ്, ശരിയായിരിക്കാം, പേഴ്സണൽ അനുഭവം ആയിരിക്കാം. പക്ഷേ പുനലൂർ ഹോസ്പിറ്റൽ അങ്ങനെ അല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ബേസിക്കായിട്ട് ചെയ്തത്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകത്തില്ല കേട്ടോ, ഞാനത് വീണ്ടും പറയുന്നത്. ഞാൻ നിങ്ങളുടെ അതേ ചിന്താഗതിക്കാരനാണ് ഞാൻ. പക്ഷേ പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്നതല്ല. ഈ പുനലൂർ ഹോസ്പിറ്റലിന് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ച് നോക്കിയത് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഹൈജീൻ, ബെസ്റ്റ് ഹോസ്പിറ്റൽ, ആ ട്രീറ്റ്മെൻറ്റ്, ആ ഫെസിലിറ്റി, ഈ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു മെഡിക്കൽ കോളേജ് പോലെയാണ് ആ ഹോസ്പിറ്റൽ അവിടെ നിൽക്കുന്നത്. ഇനി ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, അവിടെ ഡോക്ടർ ഇല്ല. അപ്പോൾ ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ആദ്യം സംസാരിച്ച സാൻഡോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന സമയത്താണ് വരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതാണ് അവിടുത്തെ ഒരു പോരായ്മയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതൊരു വലിയ പോരായ്മ അല്ല കേട്ടോ. ഇനി അത് മാത്രമല്ല, ആ ഹോസ്പിറ്റലിൻ്റെ ഇപ്പം നമ്മൾ രണ്ടാമത് സംസാരിച്ച ആൾ കുറച്ചും കൂടെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെച്ചങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. അതെ, പക്ഷേ ഹോസ്പിറ്റലിനെ പറ്റി പറയുമ്പോൾ രണ്ട് വശവും പറയണമല്ലോ. എന്റെ അച്ഛൻ ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് ഇവിടെ വന്നിട്ട് പോലും ഇവിടുത്തെ ഓങ്കോളജി വിഭാഗത്തിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഡോക്ടറാണ് കേട്ടോ, നല്ല സഹകരണമാണ്. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും അച്ഛൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു. വിഷ്ണുവിന്റെ അമ്മയുടെ ഓപ്പറേഷൻ, കഴുത്തിൻ്റെത്, മറ്റേ തൈറോയിഡിന്റെ ഓപ്പറേഷൻ അവിടെയായിരുന്നു. നല്ല ഇതായിട്ടാണ് ചെയ്തത്. അതിനൊന്നും ഒരു കുഴപ്പവും എനിക്ക് പറയാനില്ല. ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ പറയാനല്ല. ബട്ട് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി പ്രസവ സമയത്ത് പോയപ്പോൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ അച്ഛൻ്റെ കാര്യം നിനക്കറിയാലോ, പുള്ളിയെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹോസ്പിറ്റലിലാണ്, അവിടുത്തെ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടറെയാണ്. അതുപോലെ അമ്മയുടെ ഓപ്പറേഷനും ഒക്കെ അവിടെയായിരുന്നു. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡും അതേപോലെ ഇതുണ്ട്, മൂത്രത്തിൽ കല്ലുണ്ട്, ഇതുണ്ട്. അപ്പൊ അത് രണ്ടും കാണിക്കുന്നതും അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അവിടുത്തെ മറ്റു ഫെസിലിറ്റിയെ പറ്റിയിട്ടോ കാര്യങ്ങളെ പറ്റിയിട്ടോ ഒന്നും എനിക്ക് യാതൊരുവിധ പരാതിയില്ല. ബട്ട് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ആ ഹോസ്പിറ്റലിൽ ഒരുമാതിരി എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ക്യാൻസർ, കിഡ്നിയിൽ ഇഷ്യൂ ഉള്ളവർക്ക് ബ്ലഡ് മാറ്റുന്നത്, എല്ലാ ട്രീറ്റ്മെൻറ്റും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ആ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. അതുമാത്രമല്ല, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അത് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പോലെ നമ്മൾ തുമ്മിയ ഉടനെ സാറേ എന്ത് വേണം സാറേ, ആ ഒരു സെറ്റപ്പ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സെർച്ച് ചെയ്ത് നോക്കുക. അത് മറ്റൊരു ഹോസ്പിറ്റലുകൾ പോലെ അല്ല എന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലായിടത്തും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും, സ്വാഭാവികം.